പകർച്ചവ്യാധി വ്യാപനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ആരോഗ്യവകുപ്പ് ദിവസവും പകർച്ചവ്യാധി കണക്കുകൾ കൈമാറാൻ സ്വകാര്യ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ വിവരശേഖരണത്തിന് ആരോഗ്യവകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശരിയാണ്. മേഘന, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SK, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സർക്കാർ ആശുപത്രിക്ക് മുന്നിലാണ്. ഇവിടേക്കൊക്കെ ദിവസവും ജനപ്രവാഹമാണ്. പകർച്ചവ്യാധി അതുപോലെ തന്നെ പകർച്ചപ്പനി കാരണം ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണം അത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ 10,000-ലധികം ആളുകളാണ് പകർച്ചപ്പനിയുമായി ആശുപത്രിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ കണക്ക് സർക്കാർ ആശുപത്രികളിലേത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്വകാര്യ ആശുപത്രികളിലെ കൂടി കണക്കുകൾ വേണമെന്നുള്ളതാണ്. കാരണം ഈ 10,000 എന്നുള്ള കണക്കിലേക്ക് എത്തുമ്പോഴും അത് സ്വകാര്യ ആശുപത്രികളിലെ ആരൊക്കെ എത്തുന്നു അല്ലെങ്കിൽ അവിടെ എത്തുന്ന പരിചികിത്സകളുടെ രോഗികളുടെ ഒരു കണക്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിക്കാനും അതുപോലെ തന്നെ ഈ പാൻഡമിക് കലണ്ടർ തയ്യാറാക്കാനുമുള്ള ഒരു പ്രയാസമുണ്ട്. അതിനാലാണ് പ്രൈവറ്റ് ആശുപത്രികൾക്കും ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു ആരോഗ്യവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ നിയമിച്ചു. അതിനുശേഷം എല്ലാ ദിവസവും ഇനി സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൾ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ് റിലീസ് അടക്കം പുറത്തിറക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമായി വന്നിരിക്കുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി അടക്കമുള്ള രോഗമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജമാക്കണം, അതുപോലെ തന്നെ വിപുലീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനാലാണ് സ്വകാര്യ ആശുപത്രികൾക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. നിലവിൽ സർക്കാർ പുറത്തിറക്കുന്ന കണക്കുകൾ അത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കുകൾ നോക്കി സംസ്ഥാനത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഈ പകർച്ചപ്പനിയുടെ അവസ്ഥ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹൈപ്പവർ കമ്മിറ്റി ഒരു വിലയിരുത്തലായി വരികയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മേഘന മുരളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.